ഡോക്ടർ ജീവിതത്തിൽ സക്സസ് മാത്രമല്ലല്ലോ, ഫെയിലിയേഴ്സും ആർക്കായാലും ഉണ്ടായിട്ടുണ്ടാവും, ഡോക്ടർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹൗ ഡു യു ഓവർകം ഫെയിലിയേഴ്സ് ഓർ ഹൗ ഡു യു ഫേസ് ഫെയിലിയേഴ്സ് ഇൻ ലൈഫ്? ചിലപ്പോൾ ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എത്രയോ പ്രാവശ്യം ജീവിതത്തിൽ ഇരുന്ന് പോയിട്ടുണ്ട്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് മെഡിക്കൽ കോളേജിൽ എനിക്ക് ആ കോഴ്സിനോടുള്ള വെറുപ്പ്, അതിനുശേഷം പിന്നെ ലൈഫിൽ വലിയൊരു ചാലഞ്ച് വന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയി, ലോകമെല്ലാം കൈവിട്ടു പോയി എന്നുള്ളൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിലത്തിരുന്നു പോയി. എന്നെ ചിന്തിക്കുമ്പോൾ എന്നെ എന്താണെന്നുള്ളത് നോക്കുമ്പോൾ ഫുട്പാത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്, വേറെ വഴിയില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, ഒന്നുമില്ലാതൊരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഒറ്റ ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൂ, മുകളിൽ നോക്കുമ്പം പടച്ചോൻ സ്ട്രോങ് ആയിട്ടുണ്ട്, പടച്ചോൻ ഞാനും ബന്ധം വിട്ടിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, നീ എന്ത് ചെയ്തുകൊണ്ടാണ് നിനക്കിത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം സ്വയം ചോദിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു ആൻസറും കൂടെ 100% തിരിച്ചു വന്നു. പിന്നെ എണീറ്റിട്ട് ചുമര് 4 അടിയടിച്ച് എന്നിട്ട് വന്നു, എന്നെ ഞാൻ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഞാൻ ജീവിച്ചിരിക്കുന്ന ഒറ്റ ജസ്റ്റ് ഒന്ന് എണീറ്റതാ. അതെനിക്ക് തോന്നുന്നു പടച്ചോൻ്റെ അനുഗ്രഹം. അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചു ഞാൻ വിജയിച്ചടങ്ങുള്ളൂ. ആര് പറഞ്ഞാലും കേൾക്കില്ല, ദൈവം ഷെരീഫ് 2 പേര് പറഞ്ഞാലും അതിൻ്റെ അപ്പുറം ഞാൻ ഒന്നും കേൾക്കില്ല. ഞാൻ മുന്നോട്ട് പോയി. അന്ന് തുടങ്ങിയൊരു യാത്ര ഇന്ന് ഈ രീതിയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ചാലഞ്ചസ് ഉണ്ടാവും 100%. പ്രത്യേകിച്ച് ഉയരത്തിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ പല രീതിയിലുള്ള പരീക്ഷണങ്ങളുണ്ടാവും. ഒന്നും പേടിക്കണ്ട. ക്ഷമയോടെ ഒന്ന് ഇരിക്കുക, ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് വഴി എന്താണെന്ന് നോക്കുക. പഴയത് വഴിയൊന്നും ഓർക്കണ്ട. അതിലപ്പുറത്ത് ഇത് ഓവർകം ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് വിജയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കഠിനാധ്വാനം വേണ്ടി വരും, ചിലപ്പോൾ ചിന്ത മാറ്റിമറിയേണ്ടി വരും, ചിലപ്പോൾ ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറ്റേണ്ടി വരും. എന്ത് ചെയ്താലും ശരി 6 മാസം കൊണ്ട് നിങ്ങൾ വിജയിച്ചിരിക്കും. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് മൈൻഡ് സെറ്റാണത്. ആ മൈൻഡ് സെറ്റ് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ 100% വിജയിക്കും. നമ്മുടെ അടുത്ത് വരുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ, ആരാണ് അത് ചെയ്തത് അതിന് പകർന്ന് പോക്കുക, കേസിൻ്റെ പിറകെ പോവുക, അല്ലെങ്കിൽ നാളെ അടുത്ത് പറഞ്ഞു നടക്കുക. അത് കാരണം എൻ്റെ ജീവിതം പോയി. ചിലവർ പറയണ്ടേ, എൻ്റെ അച്ഛനമ്മൻ അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ജീവിതം പോയി, ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് എൻ്റെ ജീവിതം പോയി. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏത് സാഹചര്യമാണെങ്കിലും പഠിച്ച് ഉൾക്കൊണ്ട് മൈൻഡ് സെറ്റ് മാറ്റുകയാണെങ്കിൽ ജീവിതത്തിൽ മുന്നേറാൻ പറ്റും.